ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ SCERT-യിൽ എത്തി നിൽക്കുന്നത് സോഷ്യൽ സയൻസ് 6th പാർട്ട് 1 ആണ്. ന്യൂ SCERT ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇതുവരെ എടുത്ത SCERT എന്ന് പറയുന്നത് 5th പാർട്ട് 1ഉം പാർട്ട് 2ഉം ആയിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സോഷ്യൽ സയൻസ് ന്യൂ SCERT 6th പാർട്ട് 1ലോട്ടാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ വെറുതെ SCERT-യിലെ കണ്ടൻസ് ഇങ്ങനെ വായിച്ചു പോകാതെ അതിനെ നമുക്ക് എക്സാമിന് വേണ്ട തരത്തിൽ ഉള്ള ഫാക്ട്സുകളും സിലബസുമായിട്ടും ഒക്കെ ലിങ്ക് ചെയ്ത് കുറച്ച് ഡീപ്പായിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിലോട്ട് പോകാം. ഇന്ന് ഈ 6th നമുക്ക് വരുന്നത് 7 ചാപ്റ്റേഴ്സാണ് കേട്ടോ. 7 ചാപ്റ്റേഴ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകളെന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ വർക്കിലെ ഒരു ഭാഗത്തെ വിവരിച്ചുകൊണ്ടാണ്. അപ്പം ഈ ഒരു വർക്ക്, അതായത് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ളത് നമ്മൾ 5th പഠിക്കുന്ന സമയത്ത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് മണ്ണ് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വർക്കിനെ നമ്മൾ അവിടെ പരിചയപ്പെട്ടത്. എന്നാൽ ഇവിടെ നമ്മൾ ആദിമ മനുഷ്യരെക്കുറിച്ച് വിവരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന വർക്ക് പരിചയപ്പെടുന്നത്. ഇതിൽ ഇവർ രണ്ടുപേർ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയോട് പറയുന്നതായിട്ടാണ്. അതായത് ഇവർ ഒരിക്കൽ ജർമ്മനിയിലെ ഹൈഡൽബർഗിൽ എന്ന സ്ഥലത്ത് പോവുകയും അവിടെയുള്ളൊരു പ്രൊഫസറെ കാണുകയും അദ്ദേഹം ഒരു പെട്ടിയിൽ ഒരു ആദിമ മനുഷ്യൻ്റെ തലയോട് സൂക്ഷിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സൂക്ഷിച്ച് വെച്ച ആദിമ മനുഷ്യൻ അറിയപ്പെടുന്നത് ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണെന്നാണ് പറയുന്നത്. ഹൈഡൽബർഗ് എന്നുള്ള പേര് വരാൻ കാരണം എന്ന് പറയുന്നത് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ആ ഒരു ഭാഗത്ത് ഒരിക്കൽ കുഴിച്ചപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു തലയോട്ടി കണ്ടുകിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മനുഷ്യന് ഹൈഡൽബർഗ് മനുഷ്യൻ എന്നുള്ള പേര് കൊടുത്തത്. അപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിമ മനുഷ്യനാണെന്നും ഹൈഡൽബർഗ് മനുഷ്യനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകളാണെന്നുള്ളതുമായ ഒരു ഫാക്റ്റിനെ നമ്മൾ ഇവിടുന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ ബിഫോർ കോമൺ എറയും അതുപോലെ തന്നെ കോമൺ എറ എന്നിങ്ങനെ കാലഘടന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യത്തെയാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ശേഷം നമ്മൾ വരുമ്പോൾ മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചുമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. മനുഷ്യരുടെ ഉത്ഭവം, പരിണാമം എന്നിവയെക്കുറിച്ചൊക്കെ ഇതിൽ പറയുമ്പോൾ ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരെക്കുറിച്ച് നമ്മളെ കൂടുതൽ അറിയാൻ സഹായിക്കുന്നത് മനുഷ്യ ഫോസിലുകളാണ്. അപ്പം ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണ്ണയിച്ചാണ് നമ്മൾ മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും ഒക്കെ മനസ്സിലാക്കുന്നത്. ഇനിയും ഫോസിലുകളെക്കുറിച്ച് പറയുമ്പോൾ പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോൾ ഇപ്പോൾ കാർബൺ 14 എന്ന് പറയുന്ന ഒരു കാലഗണന സംവിധാനമുണ്ട്, കാലനിർണ്ണയ സംവിധാനമുണ്ട്. അതെന്ന് പറയുന്നത് ഇപ്പോൾ കൽക്കരി, തടി, വിത്തുകൾ, സസ്യാവശിഷ്ടങ്ങൾ, എല്ലുകൾ തുടങ്ങിയവയുടെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കാർബൺ 40 എന്ന് പറയുന്നത്. കാർബൺ 40 നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ് ഫിഷ് ആൻഡ് ട്രാക്ക് എന്ന് പറയുന്നത്. ഫിഷ് ആൻഡ് ട്രാക്ക് എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള പാറകളും അതിലുള്ള പദാർത്ഥങ്ങൾ, പളുങ്ക്, പിന്നീട് അഭ്രം തുടങ്ങിയവയുടെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ സഹായിക്കുന്നതാണ് ഫിഷ് ആൻഡ് ട്രാക്ക് ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഡെൻഡ്രോക്രോണോളജിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിനായിട്ട് ഈ മരത്തടി അല്ലെങ്കിൽ ട്രീ റിംഗ് ഡേറ്റിംഗ് എന്ന് നമ്മൾ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മരം മുറിക്കുമ്പോൾ അതിനകത്ത് റിങ് പോലെ കാണുമല്ലോ, അപ്പോൾ അത് കൗണ്ട് ചെയ്തിട്ട് മരത്തിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയാണ് ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരുടെ ഒരു ക്യൂറേറ്റഡ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനായിട്ട് കറക്റ്റ് ഡെൻഡ്രോക്രോണോളജി എന്താണെന്ന് തന്നെ ചോദിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ജനറൽ PSCക്ക് ചോദിക്കുന്നല്ല, പക്ഷേ ഇതിലേതായാലും ഫോസിലുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതും കൂടി സൂചിപ്പിച്ചതാണ്. മാത്രമല്ല മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകളിലൊക്കെ എനിക്ക് തോന്നുന്നു +1 +2 ഹിസ്റ്ററിയിലൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതായാലും ഓർത്തിരിക്കുക. ഇനി നമ്മളിത് മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ചുള്ള ആ ഒരു ഹെഡിങ്ങിലേക്കാണ് പോകുന്നത്. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം നമ്മുടെ ചാൾസ് ഡാർവിനാണ് എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങൾ കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രക്രിയയാണ് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകിയത്. ശ്രദ്ധിക്കണം, 1859 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ്
സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥം, ഇവിടെ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പോൾ എന്നാണ് പ്രസിദ്ധീകരിച്ചത്? 1859 ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസിൽ ആണ് അദ്ദേഹം മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഡാർവിനെ കുറിച്ച് ഇവിടെ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം എന്താണ് ഭൂമിയിലെ ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്ക് നയിച്ച പ്രക്രിയകളെക്കുറിച്ചും മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. പിന്നീട് ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തിയറി എന്താണ് അദ്ദേഹം തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ജീവജാലങ്ങളും, നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ജീവജാലങ്ങളും എന്താണ് ഒരു പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ നിലനിൽക്കുന്നത് എവല്യൂഷൻ സംഭവിച്ചാണെന്നാണ് അദ്ദേഹം എവല്യൂഷണറി സിദ്ധാന്തത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി മനുഷ്യരുടെ പൂർവികർ എന്ന് പറയുന്നുള്ള ആ ഒരു ഹെഡിങ് കാണാൻ പറ്റും. ഇവിടെ ആദിമ മനുഷ്യരെന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പ് രൂപം കൊണ്ടതാണ്. സസ്തനികളിലൊരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യൻ്റെ പരിണാമം ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒരു എവല്യൂഷൻ്റെ ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാ നോക്കാം. ഒന്ന്, പ്രൈമേറ്റുകളാണ്, സസ്തനികളിലൊരു വിഭാഗമാണ്. ശേഷം ഹോമിനോയിഡുകളിലാണ് എത്തുന്നത്. ഹോമിനോയിഡുകൾ 4 കാലിൽ നടക്കുന്നതാണ് ഹോമിനോയിഡുകൾ എന്ന് പറയുന്നത്. പിന്നെ ഹോമിനിഡുകളുണ്ട്, അതെന്ന് പറയുന്നത് 2 കാലിൽ നടക്കുന്നതാണ്. ശേഷം അതിനെ 2ആയിട്ട് തിരിക്കുന്നു. ഇവിടെ ആസ്ട്രലോപിത്തക്കസും വരുന്നുണ്ട്, ഹോമോയും വരുന്നുണ്ട്. ഹോമോയെ പിന്നീട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹോമോ ഹബിലസ് ആണ്, അത് ഉപകരണ നിർമ്മാതാക്കളാണ്. 2 ഹോമോ ഇറക്ടസ് ആണ്, അത് നിവർന്നു നിൽക്കുന്ന മനുഷ്യരാണ്. ബുദ്ധിയുള്ള മനുഷ്യരാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിവിഷൻ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഒന്ന് പ്രൈമേറ്റുകളാണ്, ശേഷം ഹോമിനോയിഡുകളാണ്, അത് 4 കാലിൽ നടക്കുന്നവർ. ഹോമിനിഡുകൾ എന്ന് പറയുന്നത് 2 കാലിൽ നടത്തമാണ്. പിന്നീട് ആസ്ട്രലോപിത്തക്കസും ഹോമോയെ തന്നെ ഹോമോ ഹബിലസ്, ഹോമോ ഇറക്ടസ്, പിന്നീട് ഹോമോ സാപ്പിയൻസ്. ഹോമോ ഇറക്ടസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യരെ, ഹോമോ ഹബിലസ് ഉപകരണ നിർമ്മാതാക്കൾ. ഇനി ശേഷം നമ്മുടെ ശിലായുഗത്തിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. ശിലായുഗം എന്ന് പറയുമ്പോൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. പാലിയോലിത്തിക്, മെസോലിത്തിക് ഓർ മൈക്രോലിത്തിക് അല്ലെങ്കിൽ നിയോലിത്തിക്. പ്രാചീന ശിലായുഗത്തിന് പിന്നെയും സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അതായത് അപ്പർ പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക്, ലോവർ പാലിയോലിത്തിക് എന്നിങ്ങനെയുള്ള ഡിവിഷൻസ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഈ ഒരു SCERT-യിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, നമുക്ക് ഏതായാലും ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിലോട്ടൊന്ന് പോകാം. പ്രാചീന ശിലായുഗത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. പ്രാചീന ശിലായുഗത്തിൻ്റെ ഫീച്ചേഴ്സാണ്. ശിലായുഗത്തിലെ ആദ്യ ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് ആണ്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യർ ഭക്ഷണം ശേഖരിച്ചും വേട്ടയാടിയും ഒക്കെ ഉപജീവനം നടത്തിയിരുന്ന ഒരു കാലഘട്ടമാണ്. പിന്നീട് ഇവർ പരിക്കൻ കല്ലുകളാണ് ഉപകരണങ്ങളാക്കി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ശേഷം മധ്യശിലായുഗം അല്ലെങ്കിൽ മൈക്രോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ സൂക്ഷ്മശില ഉപകരണങ്ങളാണ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സൂക്ഷ്മശില എന്ന് പറയുന്നതാണ് മൈക്രോലിത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പോയിന്റ് ഞാൻ പറയാം. അതായത് മൈക്രോലിത്സ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഉപകരണങ്ങളാണ്. അതായത് അത് 1 സെൻറ്റിമീറ്റർ മുതൽ 5 സെൻറ്റിമീറ്റർ നീളം വരെ അതിനുള്ളൂ, അതിൻ്റെ നീളം അത്രയേ ഉള്ളൂ. ഇവർ ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വലിയ കമ്പുകൾ, മരക്കഷ്ണങ്ങൾ എന്നിവയ്ക്കകത്തൊക്കെ ഇങ്ങനെ തറച്ചു വെച്ചിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യങ്ങളും ഒക്കെ ഇവരുടെ ഭക്ഷണമാക്കിയിട്ടുണ്ടായിരുന്നു. മൃഗത്തോലും മരത്തോലും ഇലകളുമൊക്കെ വസ്ത്രങ്ങളാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മെസോലിത്തിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസോലിത്തിക് സൈറ്റ് ഉണ്ട്, അതാണ് ബാഗോർ എന്ന് പറയുന്നത്. ബാഗോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസോലിത്തിക് സൈറ്റാണ്. ഈസ്റ്റേൺ രാജസ്ഥാനിലാണ് ബാഗോർ വരുന്നത്. നമ്മുടെ കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസോലിത്തിക് സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ തെന്മലയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസോലിത്തിക് സൈറ്റാണ്. ഇനി ശേഷം നമ്മൾ നവീന ശിലായുഗത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു വലിയ ഷിഫ്റ്റ് നടക്കുകയാണ്. നവീന ശിലായുഗം എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പ് വരെ കണ്ട ശിലായുഗം പോലെയൊന്നും അല്ല. ഇവിടെ കുറച്ചും കൂടെ മിനുസമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, മൺപാത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, ചക്രം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, കൃഷി ആരംഭിച്ചു.
കൂടുതൽ പരിഷ്കരിക്കപ്പെട്ട കല്ലുപകരണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മിനുസപ്പെട്ട ഉപകരണങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, കൃഷി ആരംഭിക്കുമ്പോൾ അങ്ങോളം ഇങ്ങോളം എന്താണ് കുറച്ച് സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫും പയ്യെ പയ്യെ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മൺപാത്രങ്ങൾ വന്നതോടുകൂടി മിച്ച ഉൽപാദനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശേഷിക്കുന്ന വിഭവങ്ങളൊക്കെ അവർ ശേഖരിച്ച് വെക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യവും വന്നു. പിന്നെ നവീന ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണം തേടുകയും അല്ലെങ്കിൽ വേട്ടയാടുകയും എന്നുള്ളതിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് വന്ന കാലഘട്ടമാണ് ഈ നവീന ശിലായുഗം എന്ന് പറയുന്നത്. അപ്പം നവീന ശിലായുഗത്തിന് നമുക്ക് എക്സാമ്പിളാണ് നമ്മുടെ കേരളത്തിലുള്ള ഇടയ്ക്കൽ കേവ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു നിയോലിത്തിക് ഏജിനെ നിയോലിത്തിക് റെവല്യൂഷൻ എന്നാണ് ഗോർഡൻ ചൈൽഡ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഗോർഡൻ ചൈൽഡാണ്, അറിയുന്നതായിരിക്കും എങ്കിലും ഒന്നുകൂടെ പറയാം. ഗോർഡൻ ചൈൽഡ് ഇതിനെ നിയോലിത്തിക് റെവല്യൂഷൻ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഗോർഡൻ ചൈൽഡാണ് അദ്ദേഹം ഇതിനെ നിയോലിത്തിക് റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മാൻ മേക്ക് ഹിംസെൽഫ് എന്നുള്ള വർക്കിൽ ആണ് അദ്ദേഹം ഈ ഒരു നിയോലിത്തിക് കാലഘട്ടത്തെ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് ഉള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷിഫ്റ്റ് തന്നെയാണ്. ഹണ്ടിങ് ഗ്യാതറിങ്ങിൽ നിന്നും അഗ്രികൾച്ചറിലോട്ടും സെറ്റിൽഡ് ലൈഫിലോട്ടും അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനിലോട്ടും ഉണ്ടായ ആ ഒരു ഷിഫ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് അദ്ദേഹം നിയോലിത്തിക് റെവല്യൂഷൻ എന്നുള്ള ആ ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏത് വർക്കിലാണ്? മാൻ മേക്ക് ഹിംസെൽഫ് എന്നുള്ള വർക്കിൽ 1936 അത് പബ്ലിഷ് ചെയ്യുന്നത്. 1936 അദ്ദേഹത്തിൻ്റെ മാൻ മേക്ക് ഹിംസെൽഫ് എന്നുള്ള വർക്കിലാണ് അദ്ദേഹം ഈ ഒരു നിയോലിത്തിക് റെവല്യൂഷൻ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ശേഷം നമ്മൾ നമ്മുടെ ഭീംബേട്കയിലോട്ടാണ് പോകുന്നത്. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ പ്രധാന ഗുഹാകേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഭീംബേട്ക. അപ്പോൾ എവിടെയാണ്? മധ്യപ്രദേശിലെ ഭീംബേട്കയാണ്. കുറച്ചും കൂടി നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഓഫ് ഭോപ്പാലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനിയും ഈ ഒരു ഭീംബേട്കയിലെ പ്രാചീന മനുഷ്യർ ഇതിലെ ചിത്രങ്ങളിൽ നിന്ന്, ഗുഹാചിത്രങ്ങളിൽ നിന്നാണ് നമുക്ക് അവരുടെ ജീവിത രീതി, അവരുടെ ആശയവിനിമയം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റ് ഭീംബേട്ക എക്സ്കവേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് VS വാക്നാക്കർ ആണ്. VS വാക്നാക്കർ അദ്ദേഹമാണ് 1957-58 കാലഘട്ടത്തിലാണ് ഇവിടുത്തെ എക്സ്കവേഷൻ നടക്കുന്നത്. ഭീംബേട്കയുടെ എക്സ്കവേഷൻ നടക്കുന്നത് അപ്പോഴാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു ഭീംബേട്ക എന്ന് പറയുന്നത് 2003 അപ്പോൾ 2003 ഭീംബേട്ക യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഭീംബേട്ക. ഏത് വർഷം? 2023 എന്നോർത്തിരിക്കുക. മധ്യപ്രദേശിലാണ് ഭീംബേട്ക. നമ്മുടെ പ്രാചീനകാല മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നുകൂടിയാണ് ഭീംബേട്കയും അവിടുത്തെ ഗുഹാചിത്രങ്ങളുമൊക്കെ എന്ന് മനസ്സിലാക്കുക. ഇനിയും ശേഷം നമ്മൾ പോകുന്നത് നിയോലിത്തിക് ഏജിൻ്റെ കുറച്ച് കാര്യം എന്ന് പറയുന്നത്, ഇപ്പം കൃഷി നവീന ശിലായുഗത്തിൽ ആരംഭിച്ചതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കൃഷി ആരംഭിക്കുമ്പോൾ തന്നെ അതിനോടനുബന്ധിച്ച് സെറ്റിൽഡ് ലൈഫ് വരുമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സ്ഥിരവാസ കേന്ദ്രങ്ങളാണ് പിന്നീട് ഗ്രാമങ്ങളായിട്ടും നഗരങ്ങളായിട്ടും വികാസം പ്രാപിച്ചത്. ജനങ്ങൾ കൂടുതലായിട്ട് ഇടപഴകാൻ തുടങ്ങി, വാസസ്ഥലങ്ങൾ കൂടുതലായിട്ട് നിർമ്മിച്ചു തുടങ്ങി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ശിലായുഗം ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ശിലായുഗം കഴിയുകയും ഇനി നമ്മൾ ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്ക് പോവുകയാണ്. ശിലായുഗത്തിൽ നിന്നും ലോഹത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ലോഹയുഗത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മനുഷ്യർ ആദ്യം ഉപയോഗിച്ചിരുന്ന ലോഹം എന്ന് പറയുന്നത് ചെമ്പായിരുന്നു എന്നുള്ളത്. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചുപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ നമ്മൾ ലോഹയുഗം എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മണ്ണുഴുതു മറിക്കാനാണെങ്കിലും മരങ്ങൾ മുറിക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കുള്ള ഒരു ആയുധമായിട്ടുമൊക്കെ ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെങ്കലം എന്ന് പറയുന്ന കാഠിന്യവും ഉറപ്പുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ ഇതിനകത്ത് ചേർക്കുന്നുണ്ടായിരുന്നു. ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു. അപ്പം വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് വെങ്കലയുഗം എന്ന് അറിയപ്പെടുന്നത്. വെങ്കലയുഗത്തിൻ്റെ ഉപയോഗം മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്,
കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നതിന് കാരണമായി. കാരണം ഉപകരണങ്ങൾ വരുമ്പോൾ അത് നമ്മൾ പറഞ്ഞ പോലെ നിലം കിളയ്ക്കുന്നതിനും വെട്ടുന്നതിനും ഒക്കെ സഹായകമാവുകയാണ് ചെയ്യുന്നത്. പിന്നെ കൃഷി വ്യാപിച്ചു എന്ന് പറഞ്ഞു. കൃഷി വ്യാപിച്ചു കഴിയുമ്പോൾ പ്രൊഡക്ഷൻ പയ്യെ വർദ്ധിക്കും. അങ്ങനെ കാർഷികോൽപാദന വർധനവുണ്ടായി. വർധനവ് വന്നു കഴിഞ്ഞപ്പോൾ ഉൽപാദനങ്ങളുടെ കൈമാറ്റം വരുന്നു. അങ്ങനെ കൈമാറ്റ കേന്ദ്രങ്ങളും പയ്യെ പയ്യെ ഡെവലപ്പ് ചെയ്യുന്നു. കൈമാറ്റ കേന്ദ്രങ്ങളാണ് പിൽക്കാലത്ത് പട്ടണങ്ങളും നഗരങ്ങളുമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നു, കാർഷികോൽപാദനം വർദ്ധിക്കുന്നു, ഉൽപ്പന്നങ്ങൾ കൈമാറുന്നു, കൈമാറ്റ കേന്ദ്രങ്ങൾ വരുന്നു, അതിനോടനുബന്ധിച്ച് പട്ടണങ്ങളും നഗരങ്ങളും ഒക്കെ വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇനി ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, ഇങ്ങനെ തന്നെ പഠിച്ചു പോകേണ്ട ഏരിയയുമാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. 1 നമ്മുടെ ഹാരപ്പൻ സംസ്കാരം, 2 മെസപ്പൊട്ടോമിയൻ സംസ്കാരം, പിന്നീട് ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഇതിൻ്റെ ചെറിയ ചെറിയ ഫാക്ട്സ് ഒക്കെ നമ്മൾ 5th പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ് വരുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് വെങ്കലയുഗ സംസ്കാരം നിലനിൽക്കുന്നത് പ്രധാനമായിട്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഈ ഒരു വെങ്കലയുഗ സംസ്കാരത്തിലോട്ട് നമുക്ക് പോകാം. അതിൽ വെങ്കലയുഗ സംസ്കാരം ഓരോന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട് ഓരോന്നും ഏത് നദിയുടെ തീരത്തു കൂടിയാണെന്നും കൂടി നമുക്ക് നോക്കാം. ഈജിപ്ഷ്യൻ സംസ്കാരം ഏതാണ്? ഇതെവിടെയാണ്? ആഫ്രിക്ക, നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം. ശേഷം മെസപ്പൊട്ടോമിയൻ സംസ്കാരം നമ്മൾ 5th പറഞ്ഞപ്പോൾ പറഞ്ഞു 2 നദികൾക്കിടയിലുള്ള സംസ്കാരം എന്ന അർത്ഥം. അത് ഏതാണ്? മെസപ്പൊട്ടോമിയാണ്. ഏതാണ്? ഒന്ന് യൂഫ്രട്ടീസ്, ഒന്ന് ടൈഗ്രീസ്. നമ്മുടെ ഹാരപ്പൻ സംസ്കാരം സിന്ധു നദി. ശേഷം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളുടെ ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ നദിയാണ്. ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ നദിയാണ്. അപ്പം ഏതൊക്കെ നദിയുടെ തീരത്താണെന്നുള്ളത് നമുക്ക് അങ്ങനെ പഠിച്ചു വെക്കാം. ഇനി ഇവിടെ ഇവർ കുട്ടികൾക്ക് ടാസ്ക്കായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടു മെസപ്പൊട്ടോമി ഏതാണ്? യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം ഏതാണ്? നൈലാണ്. പിന്നീട് ഹാരപ്പ ഏതാണ്? സിന്ധു ആണ്. ചൈനീസ് ഏതാണ്? ഹൊയാൻഹോയാണ്. ഞാൻ എല്ലാത്തിൻ്റെ ആദ്യത്തെ അക്ഷരം മാത്രം ഇങ്ങനെ എഴുതുന്നുള്ളേ, അത് പറയുമ്പോൾ മനസ്സിലാവില്ല, സ്പേസ് കുറവായതിനെ കൊണ്ടാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ നമുക്ക് തന്നെ അറിയാം എന്തുകൊണ്ടായിരിക്കും നദീതടങ്ങൾ കേന്ദ്രീകരിച്ച് ആദ്യകാല സംസ്കാരങ്ങൾ ഉയർന്നു വന്നത്. ഒന്ന്, വെള്ളം എടുക്കാനെ കൊണ്ടുള്ള പെട്ടെന്ന് എടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ ഈ നദിയുടെ തീരങ്ങൾ എന്ന് പറയുന്നത് ഫെർട്ടൈലായിരിക്കും, ഫലഭൂഷ്ടമായിരിക്കും എന്നുള്ളത്. പിന്നെ ക്ലൈമറ്റും അത്യാവശ്യം ഇതിന് അനുകൂലമായിട്ട് ഉള്ളതായിരിക്കും. ഇനി നമ്മൾ ആദ്യം പോകുന്നത് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലേക്കാണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം പഠിക്കാം. മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നമ്മളവിടെ കണ്ടു. നിലവിൽ ഇറാഖിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം. ഇനി സുമേറിയ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതാണ് നമ്മുടെ മെസപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് അല്ല, ഇതിൻ്റെ അകത്ത് വരുന്ന ഇതെല്ലാം ചേർന്നതിനെയാണ് നമ്മൾ മെസപ്പൊട്ടേമിയ സംസ്കാരം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സുമേറിയ, ബാബിലോണിയ, അസീറിയൻ, കാൽഡിയൻ സംസ്കാരം എന്നിവ ചേർന്നതാണ് നമ്മുടെ മെസപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. ഇനി മെസപ്പൊട്ടേമിയൻ ജനങ്ങളുടെ ജീവിതവും നഗരജീവിതവും എഴുത്തുവിദ്യയെക്കുറിച്ചുമാണ് പോകുന്നത്. അതിൽ ഇവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഊർ, ഉറൂക്ക്, ലഗാഷ്. ഈ സ്ഥലങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ വേറെ സിവിലൈസേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നഗരങ്ങൾ നമ്മൾ പഠിക്കുമല്ലോ മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ ചിലപ്പം സുമേറിയൻ സംസ്കാരം എന്നിട്ട് അപ്പുറത്ത് മാസ്റ്റർ ഫോളോയിങ് ആയിട്ട് അപ്പുറത്ത് വേറെ ലോഥൽ നിന്ന് തരികയാണ്, എന്നിട്ട് ഇപ്പുറത്ത് ഹാരപ്പ തരും. അപ്പം നമുക്ക് കറക്റ്റ് ഏതൊക്കെ നഗരങ്ങളാണെന്നുള്ള മാസ്റ്റർ ഫോളോയിങ് അങ്ങനെ ചോദിച്ചാൽ നമുക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും, എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ്? ഉറൂക്ക്, ലഗാഷ്. അത് ഏതാണ്? മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഉറൂക്ക്, ലഗാഷ് എന്നിവ. ഇനി മെസപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായമാണ് ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത്. ക്യൂണിഫോം എന്ന് അറിയപ്പെടുന്നത് മെസപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായമാണ്. ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. അപ്പോൾ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ ക്യൂണിഫോം ലിപി വികസിപ്പിച്ചതാരാണ്? സുമേറിയക്കാരാണ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് വെഡ്ജ് ഷേപ്ഡാണ്. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതാണ് ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത്. അതായത് ഒരു ആപ്പിൻ്റെ ആകൃതിയിലാണ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ആപ്പിൻ്റെ ആകൃതിയിലുള്ള, അതായത് വെഡ്ജ് ഷേപ്ഡ് ചിത്രലിപിയാണിത്. കാണാം.
ഇതെന്ത് ലിപിയാണ്? ചിത്രലിപിയാണ്. ഓക്കെ. ഇനി ഇത് എന്തിലാണ് എഴുതിയിട്ടുള്ളത്? കളിമണ്ണാണ്. കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഓപ്ഷനിൽ കാണും കളിമണ്ണിന് പകരം വേറെ എന്തെങ്കിലും ആണ് എഴുതിയിട്ടുള്ളതെന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ല, ക്യൂണിഫോം ലിപി കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിട്ടുള്ളത്. ഇനി എന്ത് ഉപയോഗിച്ചാണ് അവർ ഈ കളിമൺ ഫലകത്തിൽ ഇത് എഴുതിയിട്ടുള്ളത്? കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകത്തിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊരു പെർഫെക്ഷൻ അല്ലേ? ആ പിക്ചർ ഒന്ന് നോക്കിയേ അല്ലേ? ഓക്കെ. അപ്പോൾ ആപ്പിൻ്റെ ആകൃതിയിലുള്ള ലിപി അല്ലെങ്കിൽ വെഡ്ജ് ഷേപ്ഡ് ആണ് ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. കളിമൺ ഫലകങ്ങളിലാണ് അത് എഴുതിയിട്ടുള്ളത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചത്. ഇനി മെസോപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? ഒന്ന് പഞ്ചാംഗം. ഇനി സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹരണവും ഗുണനവും. ഇനി അടുത്തൊരു കോൺട്രിബ്യൂഷനാണ് ഇവരുടേത്, നിയമം എന്ന് പറയുന്നത്. നിയമത്തിൽ സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായിട്ട്, ആരുടെയാണ്? ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായിട്ട് ക്രോഡീകരിക്കപ്പെട്ടത്. പിന്നീട് ഈ ഡുങ്കിയുടെ നിയമങ്ങളാണ് ഹമുറാബി പരിഷ്കരിച്ചത്. അതാണ് ഹമുറാബീസ് കോഡ് ഓഫ് ലോ അല്ലെങ്കിൽ ഹമുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത്. ഈ ഹമുറാബിയുടെ നിയമസംഹിതയിലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഇപ്പോഴും പറയാറുള്ള കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള ശിക്ഷാരീതി ഈ നിയമസംഹിതയിലാണ് ഉള്ളത്. ഹമുറാബിയുടെ നിയമസംഹിതയിലാണുള്ളത്. അദ്ദേഹം എവിടുത്തെ ഭരണാധികാരിയാണ്? ബാബിലോണിയൻ ഭരണാധികാരിയാണ് ഹമുറാബി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന നിയമസംഹിതയാണിത്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായിട്ടാണ് ഹമുറാബിയുടെ നിയമസംഹിത കണക്കാക്കപ്പെടുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ചാന്ദ്രപഞ്ചാംഗം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഹരണം, ഗുണനം. പിന്നെ നിയമം ഡുങ്കിയുടെ കാലഘട്ടത്തിൽ ആണ് ആദ്യമായിട്ട് നിയമങ്ങൾ. സുമേറിയൻ ഭരണാധികാരിയാണ് ഡുങ്കി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ക്രോഡീകരിക്കുന്നത്. പിന്നീട് അതിനെ ഹമുറാബി പരിഷ്കരിക്കുന്നു. ഹമുറാബി എവിടെയാണ്? ബാബിലോണിയൻ ഭരണാധികാരിയാണ്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയെ കാണുന്നു. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള ശിക്ഷാരീതിയും ഈ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. ശേഷം സിഗുറാത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. സിഗുറാത്തുകൾ എന്ന് പറയുന്നത് മെസൊപ്പൊട്ടേമിയക്കാരുടെ ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നു. ഇന്നും സംരക്ഷിക്കപ്പെടുന്നത് ഊർ നഗരത്തിലെ സിഗുറാത്താണ് ഇന്നും സംരക്ഷിക്കുന്നത്. സിഗുറാത്തുകളുടെ ചിത്രം ഇവിടെ കാണാം. ശേഷം നമ്മൾ പോകുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിലോട്ട്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നമ്മളെപ്പോഴും അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുള്ള ഒരു സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം അല്ലേ? ഇനി ഇവിടെ ഈജിപ്ഷ്യനിലെ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട നഗരമാണ് കെയ്റോ. ഏത് സംസ്കാരത്തിനെയാണ്? ഈജിപ്റ്റാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു ഊർ ഉറൂക്ക ലെഗാഷ് ഏതാണ്? മെസപ്പൊട്ടോമിയയുമായിട്ട് ബന്ധപ്പെട്ടത്. കെയ്റോ ഏതാണ്? ഈജിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് കെയ്റോ എന്ന് പറയുന്നത്. ഓക്കെ. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറവോ എന്ന പേരിലാണ്. ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ എന്ന് പറയുന്നത്. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ ജീവരക്തം എന്നറിയപ്പെടുന്നത് നൈലാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഓൾഡ് SCERTയിലാണ് പറയുന്നത്. ഈജിപ്തിൻ്റെ അങ്ങനെ ഒരു കാര്യം SCERT ഫാക്ട് തന്നെയാണ്. SCERTയിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നൈലിൻ്റെ ജീവരക്തം എന്ന് അറിയപ്പെടുന്നതും ഈജിപ്റ്റാണ്. ഈജിപ്തിൻ്റെ ജീവരക്തം എന്നറിയപ്പെടുന്നതും നൈലാണ്. ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ എഴുത്തെന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ലെന്നുണ്ടെങ്കിൽ സേക്രഡ് കാർവിങ് എന്നും പറയും. പിന്നെ ദ ഗോഡ്സ് വേർഡ് എന്നിങ്ങനെയും അർത്ഥമുണ്ട്. ഇംഗ്ലീഷിൽ അങ്ങനെയും പറഞ്ഞാലും ദ ഗോഡ്സ് വേർഡ് അല്ലെങ്കിൽ സേക്രഡ് കാർവിങ് എന്നൊക്കെ അറിയപ്പെടുന്ന ലിപി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈറോഗ്ലിഫിക്സ് ആണ്. ഇനിയും അവരുടെ ഈജിപ്തുകാരുടെ എഴുത്ത് ലിപിയാണിത്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്ത ലിപിയാണിത്. വലത്തു നിന്ന് ഇടത്തോട്ടാണ് വായിച്ചിരുന്നത്. ഓക്കെ. ഇനി ഇവരുടെ നേട്ടങ്ങളിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഗണിതം, വൈദ്യശാസ്ത്രം എന്നിവ ഈജിപ്തിൽ വലിയ തരത്തിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ജാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരാണ്. പിന്നെ സങ്കലനം, വ്യവകലനം. മെസപ്പൊട്ടോമിയ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഹരണവും ഗുണനവും പറഞ്ഞു. ഇവിടെ സങ്കലനവും വ്യവകലനവും പറഞ്ഞു. ഇനി
ഓർത്തോണെ 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ സോളാർ കലണ്ടറിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, 365 ദിവസങ്ങളുള്ള ഒരു മാസം 30 ദിവസം വെച്ച് ഉള്ള സോളാർ കലണ്ടർ ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ചൈനീസ് സംസ്കാരം. ചൈനീസ് സംസ്കാരം എന്ന് പറയുന്നത് ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. കൃഷിയായിരുന്നു സംസ്കാരത്തിൻ്റെ അടിത്തറ. പിന്നെ മൺപാത്രം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവ ഉണ്ടായിരുന്നു. ഇവരുടെ എഴുത്തെന്ന് പറയുമ്പോൾ ഇവർക്ക് അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയാണ് ഉണ്ടായിരുന്നത്. ഇത് ഇവിടെ കാണാം, വലത് സൈഡിൽ കാണാം. പിന്നെ കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ ഉപയോഗിക്കാനെ കൊണ്ട് തുടങ്ങി. ഇവിടെ ഒരു കോളം ഫില്ല് ചെയ്യാനെ കൊണ്ട് പിന്നെയും കൊടുത്തിട്ടുണ്ട്. മെസപ്പൊട്ടേമിയയുടെ ഏതാണ്, ഈജിപ്തിൻ്റെ ഏതാണ്, ചൈനയുടെ ഏതാണ് എന്നുള്ളത്. ചൈനയുടെ ചിത്രലിപി നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈജിപ്തിൻ്റെ ഹൈറോഗ്ലിഫിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസപ്പൊട്ടേമിയയുടെ ക്യൂണിഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസപ്പൊട്ടേമിയയുടെ ക്യൂണിഫോം എന്ത് ഷേപ്പിലുള്ളതാണെന്ന് പറഞ്ഞു, പ്രത്യേകതയായിട്ട് വെഡ്ജ് ഷേപ്പിലുള്ളതാണെന്ന് പറഞ്ഞു. പിന്നീട് ഈജിപ്തിൻ്റെ എന്ന് പറയുന്നത് വലത്ത് നിന്ന് ഇടത്തോട്ടാണ് വായിച്ചിട്ടുണ്ടായിരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ചൈനയുടേത് ചിത്രലിപിയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കോളങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുന്നത് നമുക്കൊരു റിവിഷൻ പോലെയാകും. ഇനി നമ്മുടെ സ്വന്തം ഹാരപ്പൻ സംസ്കാരം. ഞാൻ പറയുന്ന കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യണേ. ഒരു ഡൗട്ട് വന്നു, അത് റെക്കോർഡായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ്. സർ ജോൺ മാർഷലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബോക്സാണ്. ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും അതിൻ്റെ സംരക്ഷണത്തിനുമായിട്ട് നമ്മൾ ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായിരുന്നു സർ ജോൺ മാർഷൽ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് നമ്മുടെ ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ 1ാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തെയാണ്. 2ാം നഗരവൽക്കരണം എന്ന് നമ്മൾ പറയുന്നത് എന്താണ്, നമ്മുടെ BC 6th സെഞ്ചുറിയിൽ വരുന്ന നമ്മുടെ മഹാജനപദാസ് ആണ്. ഓക്കെ, ഇനി ശേഷം ഇവിടെ ഞാൻ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു. അതായത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇദ്ദേഹം ഇത് ഒഫീഷ്യലി 1924 അനൗൺസ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. 1924 ഇദ്ദേഹം ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയാണ്. അതായത് ഇങ്ങനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തെ അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ഇവിടെ എക്സ്കവേറ്റ് ചെയ്തതും ഈ ഒരു അനൗൺസ്മെൻറ്റും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അതായത് നമ്മുടെ ഹാരപ്പ ഡിസ്കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് എക്സ്കവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ദയാറാം സാഹ്നിയാണ്. അദ്ദേഹം 1921 ആണ് ഹാരപ്പ എക്സ്കവേറ്റ് ചെയ്യുന്നത്. ഹാരപ്പ എക്സ്കവേറ്റ് ചെയ്യുന്നത് ദയാറാം സാഹ്നിയാണ്. പിന്നീട് 1922 നമ്മുടെ RD ബാനർജിയാണ്. 1922 RD ബാനർജിയാണ് എന്ത് എക്സ്കവേറ്റ് ചെയ്യുന്നത്, മോഹൻജദാരോ എക്സ്കവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് 1924 ജോൺ മാർഷൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡിസ്കവറി ഓഫ് ഏൻഷ്യൻ സിവിലൈസേഷൻ്റെ ഡിസ്കവറി അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1921 ഹാരപ്പ എക്സ്കവേറ്റ് ചെയ്യുന്നത്. എക്സ്കവേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്, ദയാറാം സാഹ്നിയാണെന്ന് പറഞ്ഞു. RD ബാനർജി 1922 മോഹൻജദാരോ എക്സ്കവേറ്റ് ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ലോഥളും കൂടെ പറഞ്ഞേക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഈ സ്ഥലങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെയും ഇത് സൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ലോഥളും കൂടെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചത്. ലോഥൾ എക്സ്കവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1953 R റാവുവാണ് ലോഥൾ എക്സ്കവേറ്റ് ചെയ്യുന്നത്. ലോഥൾ എക്സ്കവേറ്റ് ചെയ്യുന്നത്. പിന്നീട് കാളിബംഗൻ, നോർത്ത് ഓഫ് രാജസ്ഥാൻ. കാളിബംഗൻ എന്ന് പറയുന്നത് A ഘോഷ് അല്ലെങ്കിൽ അമലാനന്ദ ഘോഷ്. അതാണ് നമ്മൾ A ഘോഷ് എന്ന് ചുരുക്കി പറയുന്ന അമലാനന്ദ ഘോഷിനെയാണ് കേട്ടോ. അദ്ദേഹമാണ് കാളിബംഗൻ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് അഡീഷണലായിട്ട് പറയാം. പൊതുവെ PSCയുടെ അല്ല, മറ്റ് എക്സാമുകളിലൊക്കെ ഇപ്പം നമ്മൾ വേറെ എക്സാംസൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയും ഒരു സാധ്യതയുണ്ട്. അതായത് ഓരോ സൈറ്റും ഏത് നദിയുടെ തീരത്താണെന്നുള്ളത്. ഇപ്പോൾ ഹാരപ്പൻ നമുക്കറിയാം രാവി നദിയുടെ തീരത്താണെന്നുള്ളത് നമുക്കറിയാം. കാളിബംഗൻ എന്ന് പറയുന്നത് ഘാഘർ നദിയാണ് കേട്ടോ. ഘാഘർ നദിയുടെ തീരത്താണ്. ഘാഘർ
നദിയുടെ തീരത്താണ് കാളിബംഗൻ വരുന്നത്. കാളിബംഗൻ വരുന്നത് ഘാഗർ നദിയുടെ തീരത്താണ് കാളിബംഗൻ വരുന്നത്. പിന്നീട് നമ്മുടെ ലോഥൾ വരുന്നത് ഭോഗ റിവറാണ്. അത് നമ്മുടെ സബർമതി റിവറിൻ്റെ ട്രിബ്യൂട്ടറിയാണ്. ഗുജറാത്തിൽ സബർമതി റിവറിൻ്റെ ട്രിബ്യൂട്ടറിയാണ്. ഹാരപ്പ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവി നദിയുടെ തീരത്താണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയും ഈ ഒരു സിവിലൈസേഷൻ്റെ ഫീച്ചറിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ഒന്ന് ടൗൺ പ്ലാനിങ് ആണ്. നഗരാസൂത്രണം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായിട്ടാണ് അവർ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനത്തിനായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവർക്ക് ഇത് കൂടാതെ അഴുക്കുചാൽ സമ്പ്രദായം ഉണ്ടായിരുന്നു. പിന്നീട് വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവുകളിലെ അഴുക്കുചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടു പോകുന്ന തരത്തിലായിരുന്നു. അതായത് ഇവരെല്ലാം കണക്ട് ചെയ്യും. വീട്ടിലുള്ള അഴുക്കുചാലിനെ മെയിനായിട്ടുള്ള ഒരു അഴുക്കുചാലുമായിട്ട് ഇവർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് സ്ലാബ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം വെച്ചിട്ട് അത് മൂടിയിട്ടുണ്ടായിരിക്കും. അതിന് ആൾത്തുള്ള ഉണ്ടായിരിക്കും, വെള്ളം ഇറങ്ങിപ്പോകാനും അതുപോലെ തന്നെ ആളുകൾക്ക് ക്ലീൻ ചെയ്യാനും പറ്റുന്ന തരത്തിൽ ഭയങ്കര നീറ്റായിട്ടാണ് അവരിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇവരുടെ സ്ട്രക്ചർ വരുന്നതാണെന്നുണ്ടെങ്കിലും ഇവരിങ്ങനെ ഒരു ഗ്രിഡ് പാറ്റേണിലായിരിക്കും ഇത് പണിയുന്നത്. ഇത് റോഡായിരിക്കും. ഇപ്പം ഇതിനകത്തായിരിക്കും ബിൽഡിങ്സ്, ഇവരുടെ വീടുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇപ്പോൾ ഓരോ വീടിനും കിണർ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഗ്രിഡ് സിസ്റ്റത്തിലാണ് ഇവരുടെ പ്ലാനിങ് വന്നിട്ടുള്ളത്. പിന്നെ ഇനി മോഹൻജൊദാരോയിലെ ഗ്രേറ്റ് ബാത്ത്. മോഹൻജൊദാരോയിലെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് വലിയ കുളം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണാം. ഇതിനകത്ത് പടവുകൾ കാണാനെ കൊണ്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ വശങ്ങളിൽ റൂമുകളുണ്ട്, ഡ്രസ്സ് മാറാനും അതുപോലെ തന്നെ കുളിക്കുവാനും ഒക്കെ ആയിട്ടുള്ള മുറികളുണ്ട്. പിന്നെ ശുദ്ധജലം നിറയ്ക്കാനും അതുപോലെ തന്നെ മലിനജലം പുറത്തേക്ക് ഒഴുക്കാനുമുള്ള സംവിധാനം അന്ന് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി ഓർത്ത് വെക്കുക. പിന്നീട് ഗ്രാനറി ഓൾറെഡി നമ്മൾ 5th പാർട്ട് 1 ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഹാരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം കൃഷിയായിരുന്നു. അപ്പോൾ ഹാരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്രശേഷിപ്പാണ് ധാന്യപുര എന്ന് പറയുന്നത്. ധാന്യങ്ങൾ സംഭരിച്ചു വെക്കാനാണ് അവരത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവരുടെ കരകൗശല വിദ്യ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് മൺപാത്രങ്ങൾ, മുദ്രകൾ, കളിപ്പാട്ടം, ആഭരണങ്ങൾ, നർത്തകിയുടെ വെങ്കല പ്രതിമ എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്, ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? മോഹൻജൊദാരോവിൽ നിന്നാണ് കേട്ടോ. മോഹൻജൊദാരോവിൽ നിന്നാണ് നർത്തകിയുടെ വെങ്കല പ്രതിമ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ ഇനി നമ്മൾ പോകുന്നത് പിന്നീട് സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകൾ, കൈവളകൾ എന്നിവയൊക്കെ തന്നെ ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. പിന്നെ കളിമണ്ണ് കൊണ്ട് ഉള്ള ശിലകൾ കൊണ്ടുള്ള മുദ്രകൾ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവർക്ക് ഇരുമ്പിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല കേട്ടോ ഹാരപ്പൻ ജനതയ്ക്ക്. ഇനി എഴുത്തുവിദ്യ എന്ന് പറയുമ്പോൾ ഇതുവരെ നമുക്കറിയാം ഡെസിഫർ ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിലും ഡെസിഫർ ചെയ്യുന്നു എന്നുള്ള തരത്തിലും ചെയ്തു എന്നുള്ള തരത്തിലൊക്കെ ഡിബേറ്റ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ചിഹ്നങ്ങളാണ് എഴുതാനും വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടത്. പിന്നെ ഇവരുടെ എഴുത്തുവിദ്യ എന്ന് പറയുന്നത് ബൂസ്ട്രോഫെഡൻ സ്റ്റൈൽ എന്ന് പറയും, അങ്ങനെ പറയുന്നുണ്ട്. അതായത് ബൂസ്ട്രോഫെഡൻ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ ഇപ്പം വലത്തോട്ട് എഴുതുകയാണെങ്കിൽ ഒരു ലൈൻ ഇടത്തോട്ടായിരിക്കും, പിന്നെ ഒരു ലൈൻ വലത്തോട്ട് എഴുതുകയാണെങ്കിൽ ഒരു ലൈൻ ഒരു ലൈൻ ഇടത്ത് നിന്ന് വലത്തോട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലൈൻ വലത്ത് നിന്ന് ഇടത്തേക്കായിരിക്കും. ആ ഒരു റൈറ്റ് ടു ലെഫ്റ്റ് പിന്നെ ലെഫ്റ്റ് ടു റൈറ്റ്, ആ ഒരു ഓൾട്ടർനേറ്റീവ് ലൈൻസ് അങ്ങനെ വരുന്ന രീതിയിൽ എഴുതുന്നതാണ് ബൂസ്ട്രോഫെഡൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഡിക്ലൈൻ. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് 1900 കൂടി ഹാരപ്പൻ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ നഗരം എന്ന് പറയുന്ന തകർച്ചയെ നേരിട്ടു. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം പറയുന്നുണ്ട്, ഭൂമിയുടെ അല്ലെങ്കിൽ മണ്ണിൻ്റെ അമിതമായ ഉപയോഗമാണെന്ന് പറയുന്നുണ്ട്, നിരന്തരമായി ഉണ്ടായ പ്രളയം പറയുന്നുണ്ട്, പിന്നീട് വനനശീകരണം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫ്ലഡ് കാരണമാണ് ഹാരപ്പൻ സംസ്കാരം ഡിക്ലൈൻ ആയെന്ന് പറഞ്ഞത് SR റാവു എന്ന ചരിത്രകാരനാണ് കേട്ടോ. SR റാവു ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇക്കോളജിക്കൽ ഡിസ്റ്റർബൻസസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫെയർ ചൈൽഡാണ്.
ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ഡിസ്റ്റർബൻസസ് എന്നുള്ള ഇതിലാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫെയർ ചൈൽഡാണ് കേട്ടോ. ഫെയർ ചൈൽഡാണ്. പിന്നെ എർത്ത് ക്വൈക്ക് ആണെന്നുള്ള ഒരു അല്ലെങ്കിൽ ഭൂകമ്പം മൂലമാണെന്നുള്ള ഒരു ഒപ്പീനിയനും പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്ന റേക്സ് ആണ് അങ്ങനെയുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഗ്രികൾച്ചർ തകർന്നുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരം തകർന്നതെന്ന് പറഞ്ഞത് ഡി ഡി കോസാംബിയാണ്. ഡിസ്ട്രക്ഷൻ ഓഫ് അഗ്രികൾച്ചർ തകർന്നപ്പോഴാണ് ഇത് തകർന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഘാഗർ റിവർ ഗതി മാറി ഒഴുകിയത് കൊണ്ടാണെന്നും അല്ലെങ്കിൽ അത് വരൾച്ചയിലോട്ട് പോയത് കൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരം തകർന്നതെന്ന് പറഞ്ഞത് DP അഗർവാൾ അങ്ങനൊരു അഭിപ്രായം പറയുന്നുണ്ട്. പിന്നീട് ഏറ്റവും ഒരുപാട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് ഇങ്ങനെ പറയുന്ന ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ആര്യൻ ഇൻവേഷൻ കാരണമാണ് ഹാരപ്പൻ സംസ്കാരം ഡിക്ലൈൻ ചെയ്തതെന്നുള്ളത്. പക്ഷെ അതിന് മതിയായിട്ടുള്ള അതിനെ സ്ഥാപിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഒപ്പീനിയൻ ആദ്യം മുന്നോട്ട് വെക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമപ്രസാദ് ചന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം പിന്നീട് അതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന ആ ഒരു ഒപ്പീനിയനെ എക്സ്പാൻഡ് ചെയ്യുന്നത് മോർട്ടിമർ വീലറാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് പല അവകാശങ്ങളും അല്ലെങ്കിൽ പല വാദങ്ങളും ഹാരപ്പൻ സംസ്കാരം ഡിക്ലൈൻ ചെയ്തതിനെ കുറിച്ചൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ കുറച്ച് ഡെപ്തിൽ കുറച്ചധികം അഡീഷണൽ ഫാക്ട്സും നമുക്ക് വേണ്ട സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ പോകുന്നത് കൊണ്ടാണ് ഒരു ചാപ്റ്റർ എടുക്കാൻ തന്നെ ഇത്രയധികം സമയം എടുക്കുന്നത്. പക്ഷെ അത് നമുക്ക് ബെനിഫിഷ്യൽ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ തീരുകയാണ്. ചാനൽ ഇഷ്ടമായാലും ക്ലാസ് ഇഷ്ടമായാലും ഒക്കെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. പിന്നീട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.